റിപ്പോർട്ടർ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. CPM നേതാവ് PK ശശിയെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ നീക്കം. PK ശശിയുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തും. UDF ഭരിക്കുന്ന നഗരസഭയുടെ പരിപാടിയിൽ PK ശശി പങ്കെടുത്തതിന് പിന്നാലെയാണ് നീക്കം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും PK ശശിയെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ നീക്കം നടന്നിരുന്നു. റോഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, ബിലാൽ പഴയ ബിലാൽ അല്ല എന്ന സന്ദേശം PK ശശി നൽകിക്കഴിഞ്ഞു. ബിലാൽ പഴയ ബിലാലാണ്, കൊച്ചി പഴയ കൊച്ചിയല്ല എന്നുള്ള സന്ദേശം PK ശശി നൽകിക്കഴിഞ്ഞു. UDF നേതാക്കൾ അത് ഏറ്റെടുത്ത മട്ടാണ്. PK ശശിയെ വെള്ളയുടുപ്പിട്ട് UDF പാളയത്തിലേക്ക് എത്തിക്കുമോ നേതാക്കൾ? അരുൺകുമാർ, അങ്ങനെ ഒരു നീക്കം പാലക്കാട് കോൺഗ്രസ് നേതൃത്വം തുടങ്ങിക്കഴിഞ്ഞു. VK ശ്രീകണ്ഠൻ MP-യുടെ നേതൃത്വത്തിലാണ് നീക്കം തുടങ്ങിയിരിക്കുന്നത്. എങ്ങനെയെങ്കിലും PK ശശിയെ UDF പാളയത്തിലേക്ക്, കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. കാരണം അവിടെ CPM-ലെ വിഭാഗീയത മുതലെടുത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ഒരു തീരുമാനമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് PK ശശിയെ മണ്ണാർക്കാട് നഗരസഭയുടെ വേദിയിലേക്ക് എത്തിച്ചത്. അതിൻ്റെ ഒരു തുടക്കമാണ്. നേരത്തെ പാലക്കാട് ബൈ ഇലക്ഷൻ സമയത്ത് PK ശശിയെ UDF-ലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. പക്ഷെ അത് വിജയിച്ചിരുന്നില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ അങ്ങനെയല്ല. കുറച്ചുകൂടി സുഗമമായ രീതിയിൽ ശശിയെ എത്തിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ KPCC-യുടെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ തിങ്കളാഴ്ച PK ശശിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന വിവരമാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്നത്. വളരെ ഗൗരവത്തോടെ തന്നെയാണ് CPM-ലെ പാലക്കാടത്തെ വിഭാഗീയതയും അവിടെയുള്ള തുറന്നീക്കങ്ങളും വിമതരുടെ അടക്കമുള്ള തുറന്നീക്കങ്ങളൊക്കെ കോൺഗ്രസ് നേതൃത്വം കാണുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടിത്തറ ഫലപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ടാണ് കാണുന്നത്. അങ്ങനെ PK ശശിയെ എത്തിച്ചാൽ മണ്ണാർക്കാട് മേഖലയിലടക്കം PK ശശിയെ പിന്തുണക്കുന്ന വലിയ വിഭാഗം പ്രവർത്തകരുണ്ട്. അവരെ കൂടി കോൺഗ്രസിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. VK ശ്രീകണ്ഠൻ കൂടുതൽ പല പാർട്ടികളിൽ നിന്ന് ആളുകളെ എത്തിക്കാനുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വം പാലക്കാട് നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് PK ശശിയെ തന്നെയാണ്. ഏതായാലും ഇനി KPCC നേതൃത്വവും കൂടി ഈ വിഷയത്തിൽ ഇടപെടുന്നതോടെ, ശശിയെ എത്തിക്കാനുള്ള ശ്രമത്തിൽ ഇടപെടുന്നതോടെ ആ നീക്കം ശക്തിപ്പെടും. ഏറെ താമസിയാതെ തന്നെ PK ശശി വെള്ളക്കുപ്പായവും വിട്ട് കോൺഗ്രസിന്റെ വേദിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ കണക്കുകൂട്ടൽ. ഓക്കെ, എന്തായാലും വെള്ളക്കുപ്പായം വിട്ട് PK ശശി UDF ക്യാമ്പിലേക്ക് പോകുമോ, അതല്ല ബിലാലായി തന്നെ നിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും അക്കാര്യത്തിൽ തീരുമാനം താമസിയാതെ വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മണ്ണാർക്കാട് ഇന്നലെ പോയി UDF-ന്റെ പരിപാടിയിൽ പോയി CPM-ന് മറുപടി കൊടുത്തു എന്നതാണ് PK ശശിയുടെ വാർത്ത ഇത്രയധികം ശ്രദ്ധേയമായി മാറിയതും.